അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ദുന്യവിയായ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും സ്വലാത്തിലൂടെ പരിഹാരം കണ്ടെത്താമെങ്കിൽ ആഖിറത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. നമ്മുടെ അഅ്മാലുകൾ നമ്മൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിന് നമുക്ക് യാതൊരു റെസിപ്റ്റും ലഭിച്ചിട്ടില്ല. അമലുകൾ പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചാൽ മാത്രമേ നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. അമാലുകളുടെ സുന്നത്തുകൾ, ഫർളുകൾ, ഷർത്തുകൾ തുടങ്ങി അതിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചാൽ മാത്രമാണ് ഇബാദത്തുകൾ സ്വീകരിക്കുക, അതിന് പൂർണ്ണമായി പ്രതിഫലം ലഭിക്കുക. എന്നാൽ ഡിമാൻഡുകളൊന്നുമില്ലാത്തൊരു ആരാധനയാണ് സ്വലാത്ത്. ചൊല്ലൽ അനുവദനീയമായ സ്ഥലങ്ങളിൽ വെച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് വലിയ മഹത്വവും വലിയ സ്ഥാനവും പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നാളെ മഹ്ശറയിൽ ഹിസാബ് എടുക്കുന്ന സമയം സ്വലാത്തിൻ്റെ പോരായ്മകൾ സ്വലാത്ത് നിരീക്ഷിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ അമലുകളുടെ പോരായ്മകൾ കണ്ടെത്താൻ, അതിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ നിയോഗിക്കുന്നതാണ്. എന്നാൽ ആ ഇബാദത്തുകളിൽ പോരായ്മകൾ കാണുമ്പോൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയുന്ന മലക്കുകൾ അതിലൂടെ പോരായ്മകൾ കണ്ടെത്തി നമ്മുടെ അമലുകളെല്ലാം തള്ളിക്കളയുന്ന സമയം നമുക്ക് പ്രതീക്ഷയുള്ളത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. അവയെ പരിശോധിക്കുന്നത് ഹബീബായ നബി തങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് സ്വലാത്ത് കബൂലാക്കുന്നതാണ്. നബി തങ്ങൾ ഒരിക്കലും അത് തള്ളിക്കളയൂല. അതുകൊണ്ട് നമ്മുടെ വിജയത്തിൻ്റെ നിദാനം സ്വലാത്തുകളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദിവസവും ഒരു 100 സ്വലാത്തെങ്കിലും പതിവാക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. വലിയ മഹത്വമുള്ള വിഷയമാണ്. കൂടുതൽ സമയമൊന്നും എടുക്കേണ്ടതില്ല. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 20 സ്വലാത്ത് ഞാൻ പതിവാക്കുമ്പോൾ ദിവസവും നമുക്ക് 100 സ്വലാത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമുക്ക് ചൊല്ലാൻ കഴിയും. 100 സ്വലാത്തുകൾ ദിവസവും ചൊല്ലാം. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അവയിലുള്ള ഔറാദുകൾ വെറുതുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ തന്നെ 20 സ്വലാത്ത് ചൊല്ലുക. ഏറിപ്പോയാൽ 3 മിനിറ്റാണ് വരിക. അങ്ങനെ ദിവസവും എല്ലാ വക്തുകൾക്ക് ശേഷം 20 സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നമുക്ക് ദിവസം 100 സ്വലാത്ത് ചെല്ലാം. വലിയ സ്ഥാനം അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മഹാന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മഹാനായ ഖല്ലാദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയം അവിടുത്തെ ജനാസയുടെ അരികിൽ നിന്നും അതാ ഒരു എഴുത്ത് ലഭിക്കുകയാണ്. ആ എഴുത്തിലുള്ളത് ആദിഹി ബറാഅത്തും മിനന്നാർ ലി ഖല്ലാദ് ബിൻ കസീർ. മഹാനായ ഖല്ലാദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹു നരകത്തിൽ നിന്നും മോചിതനാണ് എന്ന സന്ദേശമാണ് അവിടുത്തെ ജനാസയുടെ അരികിൽ നിന്ന് ലഭിക്കുന്നത്. ഇതെടുത്ത് വായിച്ച ആളുകൾ എന്താണ് ഖല്ലാദ് തങ്ങൾ ഇത്ര വലിയ അമല് എന്താണ് ചെയ്യുന്നതെന്ന് അവിടുത്തെ കുടുംബത്തോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുകയാണ്, കാന യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ജുമഅത്തിൻ 1000 മറ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എല്ലാ വെള്ളിയാഴ്ചയും 1000 പ്രാവശ്യം മഹാനായ ഖല്ലാദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹു സ്വലാത്ത് ചൊല്ലുമായിരുന്നു. ആ ഒരു
കാരണത്താൽ ദുന്യാവിൽ വെച്ച് തന്നെ നരകത്തിൽ നിന്നും അവർ മോചിതനാണ് എന്ന് അറിയിക്കുന്ന ഒരു എഴുത്ത് അവരുടെ ജനാസയുടെ അടുക്കൽ നിന്ന് കിട്ടുകയാണ്. ഏത് സ്വലാത്താണ് ഖല്ലാദ് ഇബ്നു കസീർ തങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മിയിൽ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മിയിൽ മുഹമ്മദ് എന്ന ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ചയും 1000 പ്രാവശ്യം ചൊല്ലൽ പതിവാക്കി. ആ കാരണത്താൽ ഈ ദുന്യാവിൽ നിന്ന് വെച്ച് തന്നെ അവിടത്തേക്ക് നരകത്തിൽ നിന്ന് മോചിതരാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു രേഖ ലഭിച്ചു. അതുകൊണ്ട് സ്വലാത്ത് ചില്ലറ സംഗതിയല്ല, ഡിമാൻഡുകളൊന്നുമില്ലാത്ത, എങ്ങനെയും ചൊല്ലിയാൽ പ്രതിഫലം ലഭിക്കുന്ന വലിയ വിഷയമാണ്. അത് മുഖേന ദുന്യവിയായ കാര്യങ്ങളും നേടിയെടുക്കാം, ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.